ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ലഞ്ച് ബോക്സ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ പച്ചക്കായ വിഴുക്കും നമ്മുടെ കോവയ്ക്ക വിഴുക്ക്, സാമ്പാർ, മീൻ പൊരിച്ചത് ഇത്രയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പം ഇവിടെ ഓരോ പണികളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം രാവിലെ തിരക്കല്ലേ, അപ്പം മക്കളെ സ്കൂളിൽ വിടുന്ന തിരക്കാകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ സ്പീഡപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിവിടെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീനും കൂടെ പൊരിക്കണം. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നെത്തോലി മീനാണ്. നെത്തോലി മീൻ പൊരിച്ചെടുക്കണം. ഇതിനിടയിൽ ഇഡലി ഉണ്ടാക്കി, സാമ്പാറും ഉണ്ടാക്കി, നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ഇതെല്ലാം ഇതിനിടയിലുള്ള ഓരോ പണികളായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, വിശദമായിട്ട് പറയണമെന്നില്ലല്ലോ. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കോവയ്ക്ക ഉണ്ടായിരുന്നു, അതെടുത്ത് കുറച്ച് മെഴുക്ക് പുരട്ടി. പിന്നെ ഉള്ളത് നമ്മുടെ പച്ചക്കായ മെഴുക്ക് പുരട്ടിയത്. പിന്നെ സാമ്പാറാകുമ്പം ചോറിനും സാമ്പാർ എടുക്കാം, ഇഡലിക്കും സാമ്പാർ എടുക്കാം. രണ്ടും ഒരുമിച്ചങ്ങ് പൊക്കോളും, ഒരു കറി മതി. പിന്നെ അടുത്തതാണ്ട് നമ്മുടെ മക്കൾക്ക് ഉള്ള രാവിലത്തെ കാപ്പി ഇഡലി ആയിട്ടുണ്ട്. പിന്നെ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ലഞ്ച് ബോക്സ് നിറയ്ക്കാം. പാത്രത്തിലേക്ക് ചോറ് വയ്ക്കുന്നു. അവർക്ക് കുറച്ച് ചോറ് മതി, ആവശ്യത്തിന് കുറച്ച് ചോറ്. പിന്നെ ഞാൻ ഇച്ചിരി കറികൾ, പച്ചക്കറി അങ്ങനെയെങ്കിലും കഴിക്കട്ടെ, സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവരങ്ങ് കഴിച്ചോളും, കളയാൻ സമ്മതിക്കില്ല ടീച്ചർമാർ. അതുകൊണ്ട് ആണ് ഞാൻ പച്ചക്കറി കൂടുതലും ഉൾപ്പെടുത്തുന്നത്. പിന്നെ മെഴുക്ക് പുരട്ടിയും നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം അച്ചാർ, അതായത് നമ്മുടെ പുളിച്ചിക്ക അച്ചാർ അതുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ നെത്തോലി മീൻ പൊരിച്ചതുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് നമ്മുടെ ലഞ്ച് ബോക്സ് തയ്യാറായിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ വേറൊരു വീഡിയോയുമായിട്ട് നമുക്കിനിയും കാണാം. ടാറ്റ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.